എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്പീക്കർ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം വടകരയിൽ വെച്ച് നടന്ന ടി ചന്ദ്രശേഖരൻ്റെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ കെ രമ എല്ലാ MLA-മാരെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നു കല്യാണത്തിന്. അപ്പോൾ CPM-ന് പിണറായി വിജയൻ ഒരു തിട്ടൂരം കൊടുത്തിരുന്നു. ഒരു പാർട്ടി നേതാക്കന്മാരും ഒരു പാർട്ടി പ്രവർത്തകരും ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിലോ തിട്ടൂരം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് എന്തിന് എൻ ഷംസീർ ഈ കല്യാണത്തിൽ പങ്കെടുത്തു? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ പോകുന്ന ഒരു കാര്യം. അതിൻ്റെ തുടക്കമാണിത്. ഇത് തുടക്കം മാത്രമല്ല, അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് കുറച്ച് ദിവസങ്ങളല്ല, 1-2 വർഷമായിട്ട് ഷംസീർ പാർട്ടിയുമായിട്ട് നല്ല അകൽച്ചയിലാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ മരണശേഷം ഇദ്ദേഹം ശരിക്കും പാർട്ടിയിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിൻ്റെ കടന്നുവരവാണ് പാർട്ടിയിൽ. അതായത് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച് മുഖ്യമന്ത്രിയുടെ മരുമോൻ പട്ടം ചാർത്തി പേയ്മെൻറ്റ് സീറ്റിൽ മന്ത്രിയായി ഇപ്പം വിലസുകയാണ്. അതായത് ഇപ്പോൾ എല്ലാം ഭരണം നിയന്ത്രിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ആളാണ് ഈ മുഹമ്മദ് റിയാസും ഷംസീറും. അപ്പോൾ ഷംസീർ റിയാസിനെക്കാട്ടും സീനിയറാണ്. താരതമ്യേന ഷംസീർ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കഴിവും കുറച്ച് കാലിബറും ഒക്കെ ഉള്ള ആളാണ് ഷംസീർ. അതായത് ഈ റിയാസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ബേസിക്കലി രണ്ടും വേസ്റ്റാണ്. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ഷംസീറായിരുന്നു കുറച്ച് ഭേദം. അപ്പോൾ പാർട്ടിയിൽ പുള്ളിക്കാരൻ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടിയിൽ ഒരു നല്ല സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് കിട്ടിയില്ല. അതും കൊടുക്കാതെ മൂലക്കിരുത്തിയിരുന്നു. പക്ഷേ കോടിയേരിയുടെ മരണത്തിന് മുന്നേ കോടിയേരി പിണറായി വിജയനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് പറഞ്ഞ കാര്യമായിരുന്നു ഷംസീറിനെ മന്ത്രിയാക്കണമെന്ന്. പക്ഷേ അത് നടത്തില്ല, മന്ത്രിയാക്കിയില്ല. പക്ഷേ സ്പീക്കർ സ്ഥാനം കൊടുത്ത് ഒതുക്കി. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മരുമകൻ്റെ കടന്നുവരവ് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് 2021 ഇലക്ഷനിൽ മുഹമ്മദ് റിയാസിന് സീറ്റ് കൊടുത്തത് പോലും എല്ലാവരും അത്ഭുതപ്പെടുത്തിയാണ്. ഒരാളും പ്രതീക്ഷിച്ചില്ല മുഹമ്മദ് റിയാസിന് ഈ ഒരു ഷുവർ സീറ്റ്, ബേപ്പൂരത്തിലെ ഷുവർ സീറ്റ് കൊടുക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു ഷുവർ സീറ്റിൽ നിന്ന് ജയിപ്പിച്ചതിന് ശേഷം, അതായത് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല, ഒരാളും പ്രതീക്ഷിച്ചില്ല. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആരും പ്രതീക്ഷിച്ചില്ല. അതായത് പിണറായി വിജയൻ, അദ്ദേഹം വലിയ തൊഴിലാളി വർഗത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം ഇവിടെ നെപ്പോട്ടിസം ഒന്നും കൊണ്ടുവരില്ല, പൊളിറ്റിക്സിൽ നെപ്പോട്ടിസം കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല. മന്ത്രികളെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ശക്തമായ, ഏറ്റവും പണം വരുന്ന വകുപ്പ് തന്നെ, പൊതുമരാമത്ത് വകുപ്പ് തന്നെ മരുമകനെ ഏൽപ്പിച്ചു. ടൂറിസം ഇതും ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തനം മാപ്രകൾ ഒരക്ഷരം മിണ്ടിയില്ല. ഇവിടെ നെപ്പോട്ടിസം നാഴികൾക്ക് 40 വട്ടം ഇതിനൊക്കെ എതിരെ പ്രസംഗിക്കുന്ന മാപ്രകൾ ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പിണറായി വിജയൻ്റെ വക ഒരു എക്സ്ട്രാ സാലറി പോകുന്നുണ്ട് ഈ പാർട്ടിയിൽ നിന്ന്. അതായത് ഭരണം ഉണ്ടല്ലോ, എന്തും ചെയ്യാമല്ലോ. ഇവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. കേരളത്തിലെ അവസ്ഥ അങ്ങനെയാണല്ലോ. ഇവർക്ക് ഈ നേതാക്കന്മാർക്ക് എന്തും ആവാം. ശരിക്കും കേരള ഭരണം, കഴിഞ്ഞ 10 വർഷത്തെ കേരള ഭരണം കേരള ജനങ്ങൾക്ക് 5 നയാ പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല. ആകെ ഉപകാരം ഉണ്ടായത് ഇവിടുത്തെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കും മരുമകനൊക്കെ അല്ലാണ്ട് വേറെ ഒരാൾക്കും, കേരളത്തിലെ ഒരു ജനങ്ങൾക്കും ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. നേതാക്കന്മാരെ ഭാര്യമാരെയൊക്കെ എല്ലാവരും എവിടെ പ്രതിഷ്ഠിക്കുക അവിടെയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഇവന്മാർ വർഷാവർഷം നാട് തീരെ ട്രിപ്പ്, അതായത് യൂറോപ്പ് എല്ലാ സ്ഥലത്തും രാജ്യങ്ങളൊക്കെ ട്രിപ്പ്. ഈ നമ്മുടെ ഈ ടാക്സ് ഉണ്ട്. ഈ KSRTC ജീവനക്കാർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുത്തില്ല ആ സമയത്ത്. ഇപ്പോഴും കൊടുക്കുന്നോ ദൈവത്തിന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ നേതാക്കന്മാർ നാട് ചുറ്റിയടിക്കുകയാണ്. ഇവിടെ കുടുംബസമേതാണ്. ഇതെന്തെങ്കിലും ആവശ്യം, നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ. ഇത് ഒരു കാര്യമില്ല. കുടുംബസമേതം നേതാക്കന്മാർ, അവരുടെ ഭാര്യമാരുടെ അനിയത്തിയുടെ ഭർത്താവ് എല്ലാവരും ചേർന്ന് ഇങ്ങനെ കട്ടുമുടിച്ചിങ്ങനെ നാട് തീരെ ചുറ്റിയടിച്ച് സഞ്ചരിക്കുക എങ്ങനെ നമ്മുടെ ടാക്സും കൊണ്ട്. അപ്പോൾ ഒരു കാര്യമില്ല ഈ ഭരണം കൊണ്ട്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ മരുമകനെ പിടിച്ച് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാക്കണമെന്നില്ല ഒരു ലക്ഷ്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 80 വയസ്സായി. ഇനി 2026 നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ പിണറായി വിജയനും CPM-നും ഭരണം കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം എഴുതി വെച്ചോ, പിണറായി വിജയനെ കേരളത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ്, ചിലപ്പോൾ മകൻ്റെ കൂടെ ദുബായ് സെറ്റിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിൻ്റെ കാര്യം കട്ടപ്പുകയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെറുപ്പാണ് ഈ പുള്ളിയോട്. അതായത് എല്ലാവരെയും സൈഡ് ലൈൻ ചെയ്യുന്നുണ്ട്. കഴിവുള്ള ഒരുപാട് ആൾക്കാർ സൈഡ് ലൈൻ ചെയ്തിട്ട്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഷംസീറിനൊക്കെ ഇവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, റിയാസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഷംസീറിന് കുറച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ, കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അതായത് രണ്ടും വേസ്റ്റാണ്. ആദ്യം പറഞ്ഞ മാതിരി തമ്മിൽ ഭേദം തൊമ്മനുള്ള രീതിയിൽ കാണാൻ പറ്റും. അതുപോലെ സ്വരാജിന് മരുമകന് വേണ്ടിയിട്ട് നല്ല പാർട്ടിയിൽ നിന്ന് അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെയും സൈഡ് ലൈൻ ചെയ്തു മരുമകന് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഈ ഷംസീർ പാർട്ടിയിൽ നിന്ന് ശരിക്കും ഒരു അവഗണന അനുഭവിക്കുന്നുണ്ട്. അതായത് ഒരു സ്പീക്കർ സ്ഥാനം കൊണ്ടൊന്നും അദ്ദേഹം
അദ്ദേഹം തൃപ്തിപ്പെടുന്നില്ല. അദ്ദേഹം നല്ലൊരു മന്ത്രിസ്ഥാനമാണ് ആഗ്രഹിച്ചത്. പക്ഷേ അത് പിണറായി വിജയൻ കൊടുത്തില്ല. പിണറായി വിജയൻ എന്നല്ല, റിയാസ് കൊടുത്തില്ല. മരുമകൻ ഇടപെട്ടിട്ട് എന്താ പറയുക, വേറൊരു മുസ്ലിം ഫേസ് വേണ്ട. അതായത് ഈ ഞമ്മേൻ്റെ പാർട്ടിയിൽ ഞമ്മേൻ്റെ ഫേസ് മാത്രം മതി, വേറൊരു മുസ്ലിം ഫേസ് വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ്റെ പോക്ക്. എല്ലാവരും സൈഡ് ലൈൻ ചെയ്തില്ല, ആരുമില്ലല്ലോ. അപ്പോൾ കഴിവ് കിട്ടിയ ഏറാമൂളികളായ നേതാക്കന്മാരെ നിർത്തി, അതായത് ഇൻ കേസ് എന്തെങ്കിലും എന്താ പറയുക പിണറായി വിജയൻ മാറുന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ കുറച്ച് സ്ട്രോങ് ഉള്ള റിയാസിനെ പ്രതിഷ്ഠിക്കാം മുഖ്യമന്ത്രിയായിട്ട്. ഇനി നടക്കും തോന്നില്ല, എന്തായാലും കാത്തിരിക്കാം. 2026 ഇലക്ഷനിൽ CPM വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഇവിടെ അട്ടിമറി നടക്കണം. അതായത് ഹരിയാനയിലേക്ക് സംഭവിച്ചാൽ പല അട്ടിമറി നടക്കണം. എന്ത് കഴിഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിണറായി വിജയൻ വീണ്ടും എന്താ പറയേണ്ടത് അധികാരത്തിൽ ജനങ്ങളെ എത്തിക്കേണ്ടത്? ജനങ്ങൾ അത്രയും മണ്ടന്മാരാണോ? അങ്ങനെ വീണ്ടും മൂന്നാമതും അധികാരത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരായിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അവസാനം എന്തൊക്കെയോ പൊടിക്കൈകളായിട്ട് വരും ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. അപ്പോൾ പിണറായി ലക്ഷ്യം വെക്കുന്ന മരുമനെ എങ്ങനെങ്കിലും മുഖ്യമന്ത്രിയാക്കുക. അത് ഇൻ കേസ് 2026 മൂന്നാം തവണ അധികാരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണറായി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കി അവിടുന്ന് ആ സ്ഥാനത്ത് നിന്ന് രാഷ്ട്രീയം മതിയാക്കി ചിലപ്പോൾ ദുബായിലോ അമേരിക്കയിലോ എവിടെയും പോയി സെറ്റിലാവും. അതായത് ചില അതായത് CPM ചില മുതിർന്ന നേതാക്കന്മാർ, അതായത് പാർട്ടിയിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് പറയും. അതായത് ഇത്രയും പിണറായി വിജയൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, പിണറായി വിജയൻ എവിടെയെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ 41 വണ്ടികളുടെ വാഹനങ്ങളുടെ അകമ്പടി വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. 41 വാഹനങ്ങളുടെ അകമ്പടി വേണം, എന്നാലേ എന്താ വേണ്ടത് പുറത്തിറങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഭരണമില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ചേക്കേ. ഭരണമില്ലെങ്കിൽ എങ്ങനെ പുറത്തിറങ്ങും? അതായത് അത്രയും അസഹിഷ്ണുതയുള്ള ഒരാളാണ്. ഒരു സെൽഫി എടുക്കാൻ പോയി ഒരു പയ്യനെ ഉന്തി തള്ളി മാറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അത്രയും അസഹിഷ്ണുതയാണ് പുറത്തിലെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുമല്ലോ. അതാണ് ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ CPM അലട്ടുന്നത്. അപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിൽ പിണറായി വിജയൻ രാഷ്ട്രീയം മതിയാക്കി ചിലപ്പോൾ ദുബായിലോ അമേരിക്കയിൽ പോയി സെറ്റിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരും മരുമകന് വേണ്ടി സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം എഴുതി വെച്ചോ, 2026 ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസ് പാർട്ടീൻ്റെ വെളിയിലായിരിക്കും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, ഒരു ചണ്ടിയായിട്ട് ഏതെങ്കിലും മൂലക്കാവും. കാരണം പപിണറായി വിജയൻ്റെ ഹോൾഡ് പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവനെ ശരിക്കും ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ ചേർന്ന് ശരിപ്പെടുത്തി കളയും. അപ്പോൾ ഇപ്പോഴേ എന്താ പറയുക, പോകുന്നതിന് മുമ്പേ, അതായത് തൻ്റെ ആ പവർ ഉള്ള കാലത്ത് തന്നെ മരുമകനെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിട്ട് ഭാവി മുഖ്യമന്ത്രി എന്നുള്ളൊരു പേരെങ്കിലും എടുക്കല്ലോ എന്നുള്ള ധാരണയിലാണ്. പക്ഷേ എന്താ പറയുക, 2026 ഒരു ചാൻസ് ഇല്ല CPM. ഇനി എന്തെങ്കിലും അട്ടിമറി നടക്കണം, എന്നാൽ മാത്രമേ അത് സംഭവിക്കൂ. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം AN ഷംസീർ മുസ്ലിം ലീഗിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ്. അതായത് പലതവണയായിട്ട് മുസ്ലിം ലീഗിനായിട്ട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഷംസീറിൻ്റെ ഒരു നയമാറ്റം ശ്രദ്ധിച്ചായിരുന്നോ? അതായത് മതത്തെക്കുറിച്ച് പറഞ്ഞു, സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു, ഹൂറികളെക്കുറിച്ച് പറയുന്നു, മുസ്ലിം മതത്തെ ഭയങ്കര പുകഴ്ത്തിയടിക്കുന്നു, അള്ളാഹിനെ കുറിച്ച് പറയുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ഇതേ അടുത്ത സ്റ്റേജിൽ വന്നു പറയുന്നത് ഗണപതി മിത്താണെന്ന്. അടിപൊളി. അപ്പോൾ ഇവനൊക്കെയാണ് മന്ത്രിയാണ്. ഇവനൊക്കെ ഇവൻ്റെ തനിക്കോണം കാണിച്ച് അവസാനം സുഡാപ്പി ക്യാമ്പയിന് എത്തിപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മുസ്ലിം ലീഗും സുഡാപ്പികളും തമ്മിൽ ഒരു വ്യത്യാസം. ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ സുഡാപ്പികളും കേരളത്തിലെ മുസ്ലിം ലീഗുകാർ. എന്നിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയും മുസ്ലിം ലീഗിന് ഭയങ്കര മതേതരത്വമാണ്, അങ്ങനെയാണ്, മാങ്ങാക്കൊല, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി. എന്തെന്നാൽ ഇവന്മാരൊക്കെയാണ് എന്താ പറയുക മതേതര പാർട്ടി എന്ന് പറയുന്നത്. 4 നേരം മതം മതം മതം. ഈ KM ഷാജിനെ പ്രസംഗിച്ചില്ലേ, മതം മതം മതമാണ് പ്രശ്നം. എന്നിട്ട് അവർക്ക് മതേതര പാർട്ടി. ഒന്ന് ആലോചിച്ചൊക്കെ. അവസാനം ഈ ഷംസീർ എന്ന് പറയുന്ന സഖാപ്പിയല്ല സുഡാപ്പി എന്ന് തന്നെ പറയേണ്ടി വരും. എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടു. അത്രമാത്രമേ ഇപ്പം പറയാൻ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അത്രമാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. ബാക്കിയുള്ള കാര്യങ്ങൾ പുറകേ വരും. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ്റെ തിട്ടൂര് അവഗണിച്ച് TP ചന്ദ്രശേഖരൻ്റെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുത്ത് ശരിക്കും പിണറായിയുടെ മുഖത്ത് കരണക്കുറ്റി നോക്കി പൊട്ടിച്ചതിന് തുല്യമായി പോയി എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഷംസീറിൻ്റെ എന്താ പറയുക ലീഗ് പ്രവേശനം ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ലീഗ് ഇദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തതാണ്. അതായത് മലപ്പുറത്ത് എവിടെയെങ്കിലും മത്സരിച്ച് 2026 UDFിൻ്റെ കൂടെ മത്സരിച്ച് ലീഗിന് വേണ്ടി മത്സരിച്ച് MLA ആയി ഒരു മന്ത്രിസ്ഥാനം വരെ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷംസീറിനെ കൊണ്ടുവന്ന് കുറേ അങ്ങനെ മുസ്ലിം ഫേസിനൊക്കെ ചാടിക്കാം. കുറേ ആൾക്കാരുണ്ടല്ലോ, AA റഹീം, അങ്ങനത്തെ ആൾക്കാരൊക്കെ. ഇവന്മാരൊക്കെ അവസാനം എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തും. കണ്ടോ, എഴുതി വെച്ചോ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.